മതിയാ റെഡി. സാധാരണ ഈ വീട്ടിലെ ഈ സമയത്ത് കാപ്പി ആവാറില്ല. അതെന്താ? ഇനി 1 മണിക്കൂർ കഴിയണം. ശരിയാ. അയ്യേ ഇത് എനിക്ക് വേണ്ട. സാമ്പാർ കഴിച്ചോ? എനിക്ക് ലേശം വെച്ചോ. ചമ്മന്തി എന്നുള്ളതല്ലേ, നീ ഉണ്ടാക്കിയതാ. അതിപ്പോ 10 സാധനം തന്നെ, വേറെ പ്രത്യേകിച്ച്. പക്ഷെ ഇവിടെ സാമ്പാർ മാത്രം മതി ഇത് കഴിക്കാൻ. അല്ല നിനക്ക് കഴിക്കാൻ പറ്റൂലേ? അവക്ക് കഴിക്കാനും പാടില്ല, ഒരു നേരം മാത്രം. അപ്പൊ മിണ്ടാനും പറ്റില്ല, കഴിക്കാനും പറ്റൂല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, വിളമ്പാൻ പറ്റൂല, അതിന് കുഴപ്പമില്ലല്ലോ. നീ അവക്കൂടെ ഒരു പ്ലേറ്റ് എടുത്തോണ്ടോ പോയി. ഒരു പ്ലേറ്റ് അവക്കൂടെ എടുത്തോണ്ടോ, നീ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്ലേറ്റും കൊണ്ടാടി വെച്ചോ, ഞാനും കഴിച്ചോളാം. എന്തായാലും ഈ നേരം ആയില്ലേ, വിശന്നിട്ട് പോയി. നീ കുറേ ദിവസം ഇവിടെ നിൽക്കണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്ന് ഈ ഇഡ്ഡലിയാ, സഞ്ചാന്യത്തിന്റെ ഇഡ്ഡലി എന്നും ഇത് തന്നെ, ഒരു മാറ്റം. നീ ഇച്ചിരി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വേവിക്കണം കേട്ടോ. കുറച്ച് ദിവസം നിന്ന് ഈ പലഹാരമൊക്കെ ഒന്ന് മാറട്ടെ. കഷ്ണമൊക്കെ കഴിച്ചേടി. കഷ്ണം എനിക്ക് ഇഷ്ടമല്ല. അതാ? അയ്യോ നിനക്ക് ഒന്നും ഇഷ്ടമല്ല. ഇതെങ്ങനെ കഴിക്കണേ? ഞാൻ ഉണ്ടാക്കിയതാടി, നീ കഴിച്ചോ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ സാമ്പാർ. പുളി ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ? വെച്ചേക്ക്, അത് കഴിക്കുമ്പോ സാമ്പാറിന്റെ ടേസ്റ്റ് മാറിപ്പോവും. നീ അതവിടെ വെച്ചേക്ക്, പിന്നെ കഴിക്കാം. നമുക്ക് ഉച്ചയ്ക്ക് എങ്ങാനും എടുക്കാം, അവിടെ വെച്ചേക്ക്. സാമ്പാർ വേണോ നിനക്ക്? കുറച്ച് ഇതങ്ങോട്ട് മാറ്റിക്കേ. സാമ്പാർ കൊള്ളാം, സൂപ്പർ. എന്ത് നീ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു ഞാൻ എന്തെങ്കിലും പുതുമാണോ? തിന്നാൻ പറ്റില്ല. കാപ്പി ആ കഷ്ണം എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ലതല്ലേ? എന്താടാ പണ്ട് ഇല്ലേ എടി മക്കളെ, പാലാപ്പച്ചൻ കഴിക്കാതിരിക്കുമ്പോ ഞങ്ങൾ എല്ലാരും കൂടെ ചുറ്റും വന്ന് ഇങ്ങനെ ഇരിക്കും. ആദ്യം ഉരുള എനിക്ക് തരും, അത് കഴിഞ്ഞിട്ട് ഇവക്ക് കൊടുക്കും. ഉരുളക്ക് ഇടിയാർന്നടി. അത് കഴിഞ്ഞ് അമ്മച്ചിക്കും കൊടുക്കും ഉരുള. പക്ഷെ അപ്പച്ചന്റെ കൈ കൊണ്ട് വിരകണുണ്ടല്ലോ, എല്ലാ കറിയും കുറച്ചിട്ടിട്ട് ഇങ്ങനെ വിരകിട്ട് അങ്ങോട്ട് തരും. എന്താ ടേസ്റ്റ്! എന്തോന്ന് സംഭവം ഇത്! കഴിച്ചോണ്ടിരിക്കല്ലേ നീ? കഴിക്കണില്ല, ഒന്ന് അങ്ങോട്ട് മാറി അവിടെ എങ്ങനെ നിൽക്കും. ഇത് അല്ല, ഇത് തെറിക്കില്ല. ഇത് കൊണ്ടങ്ങ് ഒന്ന് ഇതിന്റെ സ്മെല്ല് തന്നെ ഒരു ഇതില്ല. അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ, ഇവക്ക് ഫസ്റ്റ് ഉരുള വേണമെന്ന് പറഞ്ഞു. ഞാനും അപ്പച്ചനും കൂടെ പ്ലാൻ ചെയ്ത് ഒരു നല്ല മുളകുണ്ടല്ലോ, നല്ല എരിവുള്ള കാന്താരി മുളക് വെച്ചിട്ട് ഇവക്ക് ആദ്യത്തെ വിളയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു അറിയാമോ, ഇവിടെ ഓടി വീടിന് ചുറ്റും കിടന്ന് ഓടി. അവസാനം ഇവന് എനിക്ക് ഐസ്ക്രീം മേടിച്ചു തന്നപ്പോ ഞാൻ അടങ്ങി. അതൊക്കെ വാങ്ങിച്ചു തരും. അതൊക്കെ ഇനി ഓർക്കാനേ പറ്റുള്ളൂ.